നമസ്കാരം. പണ്ട് പാടത്തെ പണിക്ക് വരമ്പത്തു കൂലി എന്ന് പറഞ്ഞത് CPIM സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോഴത് പറയുന്നത് ഏതോ ഒരു ആകാശ് തില്ലങ്കേരി. ആ ആകാശ് തില്ലങ്കേരിയുമായുള്ള ബന്ധം അറുത്തും മുറിച്ചും വശം കെടുകയാണ് പാർട്ടി സംവിധാനം മുഴുവൻ. ഇതൊന്നും പോരെങ്കിൽ കൊടിസുനിയും കിർമാണി മനോജും ട്രൗസർ മനോജുമുണ്ട്. അവർ പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ ജനങ്ങളോട് വിശദീകരിക്കണം. കേരളത്തിലെ CPIM എന്നാൽ ഇപ്പോൾ വട്ടം കറങ്ങുന്നത് ഈ സ്വർണ്ണക്കടത്ത് പ്രതികളുടെയും കൊലക്കേസ് പ്രതികളുടെയും ചുറ്റുമാണോ? വീരാളി പട്ടുടുത്ത പോരാളിമാർ വന്ന് കമ്മ്യൂണിസം പഠിപ്പിക്കുമ്പോൾ മുട്ടുവിറച്ച് കേട്ടിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി മുതൽ മേലോട്ടുള്ളവർ. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീർ ജയിലിൽ കിടന്നെഴുതിയ പ്രേമലേഖനം എന്ന ലഘു നോവലുണ്ട്. അതിൽ കേശവൻ നായരും സാറാമ്മയും ജനിക്കാൻ പോകുന്ന കുട്ടിക്കിടുന്ന പേര് ആകാശമിഠായി എന്നാണ്. ഇനി ആ കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആകുമോ എന്ന് സാറാമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും കേശവൻ നായരും കഥാകൃത്തും ഉത്തരം പറയുന്നില്ല. ആകാശ് തില്ലങ്കേരി ഏതായാലും കമ്മ്യൂണിസ്റ്റായി എന്ന് മാത്രമല്ല 2 കൊലക്കേസിൽ പ്രതിയുമായി. ഒന്ന് RSS പ്രവർത്തകൻ മാവില വിനീഷിനെ കൊലപ്പെടുത്തിയ കേസ്. അതിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന കാലത്താണ് ഷുഹൈബ് വധക്കേസ്. ജയരാജന് ഈ സംഘങ്ങളുമായുള്ള ബന്ധം പുറത്തു പറയും എന്ന് പറഞ്ഞ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെയാണ് പുതിയ കൊലവിളി. അങ്ങ് തീർത്ത് കളഞ്ഞേക്കും എന്നാണ് പരസ്യമായ പ്രഖ്യാപനം. ജന്മിമാരുടെയും ദളിത് പീഡകരുടെയും കഴുത്തറുത്ത് കുളക്കടവിൽ വച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ കഴിഞ്ഞു. സ്വന്തം നടുമുറ്റത്ത് കളിച്ചു വളർന്നവരെ തന്നെ 51 വെട്ടിൽ കൊല്ലുന്ന ഹീറോയിസത്തിലേക്ക് കടന്നിട്ട് 1 പതിറ്റാണ്ട് കഴിഞ്ഞു. അതിനു മുമ്പ് പരസ്പരം കൊന്നും ചത്തുവരുന്ന RSSനോട് സമരസപ്പെട്ട് യോഗ മാത്രമല്ല കൃഷ്ണാഷ്ടമിക്ക് അമ്പാടിമുക്ക് സഖാക്കളുടെ ഉറിയടി വരെ തുടങ്ങി. ഇരയില്ലാതായാൽ ആയുധങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കും. ഉണ്ടാക്കി വെച്ച ബോംബുകളൊക്കെ ഉടയോന്റെ ജീവൻ എടുത്തേ തീരൂ എന്നാണ് ചരിത്രം. അർജുൻ ആയങ്കിയെ തിരിച്ചറിഞ്ഞ് ജനം ഒറ്റപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് അർജുൻ ആയങ്കി ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞത് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. ആരാണ് അർജുൻ ആയങ്കി? മുൻ DYFI നേതാവാണ്. ഇപ്പോഴും CPIM കാരനാണെന്ന് സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നയാളാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. മീനാക്ഷിപുരത്ത് ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കേസിലും അറസ്റ്റിലായതാണ്. ഈ അർജുൻ ആയങ്കി പാർട്ടിക്കാരനല്ല എന്ന് വിശദീകരിക്കാനാണ് CPIM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലെ നല്ലൊരു പങ്ക് സമയവും ചെലവിട്ടത്. എന്നിട്ട് പറയുന്നതെന്താണ്? ജനം അയാളെ ഒറ്റപ്പെടുത്തിക്കോളും എന്ന്. നിന്നോട് ദൈവം ചോദിക്കും എന്ന് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് സ്വയം തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്തവരാണ്. CPIM വന്നു നിൽക്കുന്ന വലിയ പ്രതിസന്ധി ഈ ആയുധങ്ങളാണ്. തിരനിറച്ച് എളിയിൽ തിരികിയിരുന്ന റിവോൾവറുകളൊക്കെ തനിയെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് 1 വർഷമായി പാർട്ടിയിലെ കൊട്ടേഷൻ ബന്ധം പറഞ്ഞുകൊണ്ടിരുന്ന മനു തോമസ് പുറത്തുപോയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കേണ്ടി വന്നത്. ആ മനു തോമസിനെ പാർട്ടി പുറത്താക്കുന്നില്ല എന്ന് മാത്രമല്ല, അംഗത്വം പുതുക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് പറയുകയും ചെയ്യുന്നു. കൊട്ടേഷൻ കൊടുപ്പുകാരുടെ ഇടനിലക്കാർ സ്ഥാനങ്ങളേറുന്നത് കണ്ട് ഇനി തുടരാനില്ലെന്ന് മനുമാർ പറയുമ്പോൾ ആരാണ് പാർട്ടിയിൽ ശേഷിക്കുന്നത്? ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയുമൊക്കെയാണ്. ഞങ്ങളും ഈ പാർട്ടിക്കാരാണ് എന്ന് ഉറക്കെ പറയാൻ വേറെ ആർക്കും ഇപ്പോൾ ധൈര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഇവരല്ലാതെ വേറെ ആരും ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ CPIMന് വേണ്ടി പ്രതികരിക്കുന്നില്ല. ആരാണ് CPIMനെ ശുദ്ധീകരിക്കാൻ നടക്കുന്നത്? അതും ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഊരോ പേരോ അറിയാത്ത ഏതോ പോരാളി ഷാജിയുമാണ്. വിലാസവും അംഗത്വവുമുള്ള CPIMകാരൊക്കെ ഇപ്പോൾ മിണ്ടാത്തതെന്താണ്? ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്നെങ്കിലും മൗനം തുടരുന്ന നേതാക്കൾ ഓർക്കുന്നുണ്ടോ? കൃത്യം 60 വർഷം മുമ്പ് 1964 CPIയുടെ 96 പേരുള്ള ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോന്നത്.
വലതുപക്ഷ വ്യതിയാനം എന്ന് ചൂണ്ടിക്കാണിച്ച് ഇറങ്ങിപ്പോന്നവരുടെ എണ്ണം 1/3 മാത്രമായിരുന്നു. പക്ഷേ ആ 1/3 പേർ മാതൃപാർട്ടിയേക്കാൾ വളർന്നു. അവർ പറഞ്ഞതിനൊപ്പം കേരളത്തിലെയും ത്രിപുരയിലെയും ബംഗാളിലെയും ജനങ്ങൾ നിന്നു. ആ പാർട്ടിയുടെ പേരാണ് CPIM. ആ സ്മൃതികൾ ഉണ്ടായില്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന മനുമാർ പ്രസ്ഥാനത്തേക്കാൾ വളരും, നല്ല പിന്തുണയും കിട്ടും. MV രാഘവനും KR ഗൗരിയമ്മയും പോകേണ്ടി വന്നതുപോലെ അല്ല അടിത്തട്ടിലെ മണ്ണിളകുന്നത്. നാളെ സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി. നമസ്കാരം.